എപ്പോഴെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ? നമ്മളീ കാണുന്നതെല്ലാം, ഈ പ്രപഞ്ചം, നമ്മൾ ഓരോരുത്തരും, ഇതിന്റെ എല്ലാം തുടക്കം എവിടെയായിരുന്നെന്ന്? ഇന്ന് നമ്മൾ അങ്ങനെയൊരു യാത്രയിലാണ്. എല്ലാ ഊർജത്തിന്റെയും ഉറവിടം തേടിയുള്ളൊരു യാത്ര. വേദങ്ങൾ പറയുന്ന ഗായത്രിയുടെ രഹസ്യങ്ങളിലേക്ക്, ഈ പ്രപഞ്ചമുണ്ടാകുന്നതിനു മുൻപുള്ള ആ നിമിഷത്തിലേക്ക്. ഇതൊരു വലിയ ചോദ്യമാണല്ലേ? ആകാശത്തിലെ കോടാനുകോടി നക്ഷത്രങ്ങൾ മുതൽ നമ്മുടെ ഉള്ളിലെ ഒരൊറ്റ ശ്വാസം വരെ ഇതെല്ലാം എവിടെ നിന്നാണ് വരുന്നത്? ഇതിന്റെയെല്ലാം ഉത്ഭവമെന്താണ്? പുരാതനമായ വേദഗ്രന്ഥങ്ങൾ ഇതിനെപ്പറ്റി എന്താണ് പറയുന്നതെന്ന് നമുക്കൊന്ന് നോക്കാം. ശരി, നമുക്ക് തുടങ്ങാം. എല്ലാത്തിന്റെയും തുടക്കം ഒരൊറ്റ ബിന്ദുവിൽ നിന്നായിരുന്നു. സൃഷ്ടി തുടങ്ങുന്നതിന് മുൻപുള്ള ഒരവസ്ഥ. എല്ലാം ഒന്നായി, ഒരു പ്രകാശമായി നിലനിന്നിരുന്ന സമയം. ആ ഒരൊറ്റ അവസ്ഥയാണ് വേദങ്ങളിൽ ബ്രഹ്മം എന്നു പറയുന്നത്. അതായത് രൂപമോ ഭാവമോ സമയമോ ഒന്നുമില്ലാത്ത ഒരവസ്ഥ. പക്ഷേ വരാനിരിക്കുന്ന പ്രപഞ്ചത്തിലെ സർവ്വതും ഒരു സാധ്യതയായി അവിടെയുണ്ട്. ശുദ്ധമായ, അനന്തമായ ഒരു പൊട്ടൻഷ്യൽ. അപ്പോ ആ പൂർണ്ണമായ നിശ്ചലതയിൽ ഒരാഗ്രഹം ഉടലെടുത്തു. ഏകോഹം ബഹുസ്യാം. അതായത് ഒന്നായ ഞാൻ പലതായി തീരട്ടെ. ഇതായിരുന്നു പ്രപഞ്ച സൃഷ്ടിയുടെ ആദ്യത്തെ സ്പാർക്ക്. ആ കേവലമായ യാഥാർത്ഥ്യം സ്വയം പ്രകടിപ്പിക്കാൻ തീരുമാനിച്ച ആ ഒരു നിമിഷം. ആ ഒരാഗ്രഹം മാത്രം മതിയായിരുന്നു. ആ മഹാനിശബ്ദതയിൽ ആദ്യത്തെ ചലനമുണ്ടായി. ഒരു നേരിയ സ്പന്ദനം. പ്രപഞ്ചത്തിന്റെ ആദ്യത്തെ ഹൃദയമിടിപ്പ് എന്ന് വേണമെങ്കിൽ പറയാം. ഈ ആദ്യത്തെ സ്പന്ദനത്തിന് ഒരു പേരുണ്ട്: സ്ഫുരണ. ആ നിശ്ചലതയെ ഭേദിച്ച് സൃഷ്ടിക്ക് തുടക്കം കുറിച്ച ആദ്യത്തെ ആ തിളക്കം. ഇനി ശ്രദ്ധിക്കണം, ഈ ഒരൊറ്റ സ്പന്ദനത്തിൽ നിന്നാണ് ഈ പ്രപഞ്ചത്തെ നിർമ്മിക്കുന്ന 3 അടിസ്ഥാന ഊർജങ്ങളുണ്ടാകുന്നത്. അതെ, ആ ഒരൊറ്റ സ്പന്ദനം, അത് 3 വ്യത്യസ്ത എനർജി ഫ്ലോകളായിട്ട്, അതായത് ഊർജപ്രവാഹങ്ങളായിട്ട് പിരിഞ്ഞു. പ്രപഞ്ചത്തിന്റെ നിർമ്മാണ ബ്ലോക്കുകളായ 3 ഗുണങ്ങളെന്ന് ഇവയെ പറയും. അതിൽ ആദ്യത്തേതാണ് സത്വം. സുവർണ നിറത്തിലുള്ള ഒരു പ്രകാശം പോലെയാണിത്. ഇതാണ് ജ്ഞാനം, നിലനിൽപ്പ് അല്ലെങ്കിൽ കോൺഷ്യസ്നെസ്, പ്രപഞ്ചത്തിന്റെ അടിസ്ഥാന ബോധം. രണ്ടാമത്തേത് രജസ്. ഇതിന്റെ നിറം ചുവപ്പാണ്. ഇതാണ് കർമ്മം, ചലനം, ആക്ഷൻ. പ്രപഞ്ചത്തിലെ എല്ലാ മാറ്റങ്ങൾക്കും ജീവനും കാരണം ഈ ഊർജമാണ്. ഇനി മൂന്നാമത്തേത് തമസ്. നീല അല്ലെങ്കിൽ കറുപ്പ് നിറം. ഇതാണ് ദ്രവ്യം, അതായത് മാറ്റർ. നമ്മൾ കാണുന്ന ഭൗതിക രൂപങ്ങൾക്കും അതിന്റെ സ്ഥിരതയ്ക്കും കാരണം ഈ ഊർജമാണ്. അപ്പോ ചുരുക്കി പറഞ്ഞാൽ, സത്വം ബോധമായി, രജസ് ചലനമായി, തമസ് ദ്രവ്യമായി. ഇത് 3ഉം പല അളവിൽ ചേർന്നാണ് നമ്മൾ ഈ കാണുന്ന പ്രപഞ്ചത്തിലെ ഓരോന്നും ഒരൊറ്റ അണു മുതൽ വലിയ ഗാലക്സികൾ വരെ ഉണ്ടായിരിക്കുന്നത്. ഓക്കെ, ഇപ്പൊ നമുക്ക് 3 അടിസ്ഥാന ഊർജങ്ങൾ കിട്ടി. പക്ഷേ ഇതൊക്കെ എങ്ങനെയാണ് നമ്മൾ കാണുന്ന ഈ ലോകമായി മാറുന്നത്? അവിടെയാണ് ശബ്ദത്തിന്റെ പ്രാധാന്യം വരുന്നത്. ഒരു സംഗീതം പോലെ ആദിമമായ ചില ശബ്ദതരംഗങ്ങൾ ഈ 3 ഊർജങ്ങളെയും ഒരുമിച്ച് ചേർത്ത് യാഥാർത്ഥ്യമാക്കി മാറ്റുകയാണ്. അതായത് ഊർജം ദ്രവ്യമായി മാറുന്ന ആ പ്രോസസ്സ് തുടങ്ങിവെക്കുന്നത് ശബ്ദമാണ്. ഓം, ഹ്രീം, ശ്രീം, ക്ലീം എന്നൊക്കെ കേട്ടിട്ടില്ലേ? ഇവയെ ബീജമന്ത്രങ്ങൾ എന്ന് പറയും. ഇവ ഓരോന്നും ഓരോ ക്രിയേറ്റീവ് കോഡുകൾ പോലെയാണ്. ഓരോ ശബ്ദത്തിനും ഓരോ പ്രത്യേക ഫ്രീക്വൻസിയുണ്ട്. ആ ഫ്രീക്വൻസികളാണ് സൃഷ്ടിയുടെ ഓരോ ഘട്ടത്തെയും നിയന്ത്രിക്കുന്നത്. അപ്പോ ഈ ശബ്ദതരംഗങ്ങളിൽ നിന്നാണ് പഞ്ചഭൂതങ്ങൾ ഉണ്ടാകുന്നത്. ഇതൊരു ചെയിൻ റിയാക്ഷൻ പോലെയാണ്. നോക്കൂ, ആദ്യം ശബ്ദത്തിൽ നിന്ന് ആകാശം, അതായത് സ്പേസ് ഉണ്ടാകുന്നു. ആകാശത്തിലെ ചലനം വായുവായി മാറുന്നു. വായു തമ്മിലുരസുമ്പോൾ ഘർഷണം കൊണ്ട് അഗ്നിയുണ്ടാകുന്നു. അഗ്നി തണുക്കുമ്പോൾ ജലമായും, ജലം ഘനീഭവിച്ച് ഭൂമിയായി മാറുന്നു. കണ്ടില്ലേ, ഏറ്റവും സൂക്ഷ്മമായ ഊർജത്തിൽ നിന്ന് ഭൗതികമായ ഈ ലോകം എങ്ങനെ രൂപപ്പെട്ടുവെന്ന്? അങ്ങനെ ഊർജവും ശബ്ദവും പഞ്ചഭൂതങ്ങളും എല്ലാം കൂടിച്ചേർന്നാണ് നമ്മൾ ഇന്ന് കാണുന്ന, അനുഭവിക്കുന്ന ഈ പ്രപഞ്ചമുണ്ടാകുന്നത്. എല്ലാം ഒന്നിനോടൊന്ന് ബന്ധപ്പെട്ട് കിടക്കുന്നു. ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താന്ന് വെച്ചാൽ, ഈ പ്രപഞ്ചത്തിലെ ഓരോന്നും, ഓരോ ജീവനും, ഓരോ ചിന്തയും പോലും ഈ പറഞ്ഞ സത്വ, രജസ്, തമസ് എന്നീ 3 ഊർജങ്ങളുടെ ഒരു പ്രത്യേക മിക്സാണ്. ഉദാഹരണത്തിന്, നമ്മുടെ ചിന്തയും ബോധവുമൊക്കെ സത്വഗുണത്തിന്റെ ഭാഗമാണ്. നമ്മുടെ ശരീരത്തിലെ ചലനവും ആക്ടിവിറ്റിയുമെല്ലാം രജോഗുണമാണ്. നമ്മുടെ ഈ ഭൗതിക ശരീരം തമോ ഗുണമാണ്. ഇതെല്ലാം ചേർന്നുള്ള ഒരു വലിയ പ്രപഞ്ച നൃത്തമാണ് ഈ യാഥാർത്ഥ്യം. അപ്പോ നമ്മൾ ഈ കണ്ട യാത്ര ഒന്നോർത്തു നോക്കൂ. ഒരൊറ്റ പ്രകാശബിന്ദുവിൽ നിന്ന് തുടങ്ങി 3 ഊർജങ്ങളായി പിരിഞ്ഞ് ശബ്ദം കൊണ്ട് രൂപം പ്രാപിച്ച്
ഈ മഹാപ്രപഞ്ചമായി മാറിയ ആ യാത്ര. ഇനി നിങ്ങൾക്ക് ചുറ്റുമൊന്ന് നോക്കൂ. ഒരു മരത്തിലോ ഒരു മനുഷ്യനിലോ എന്തിന് നിങ്ങളുടെ സ്വന്തം ചിന്തകളിൽ പോലും ഈ സത്വരജ തമോഗുണങ്ങളുടെ കളി നിങ്ങൾക്ക് കാണാൻ കഴിയുന്നുണ്ടോ?